വെൽക്കം ടു കിച്ചൺ ടേൽസ്. ഇന്നിവിടെ തിരുവോണമാണ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ ജെറിയുടെ വീട്ടിലാണ് എല്ലാവരും കൂടി കൂടുന്നത്. ബട്ട് സദ്യ ഞങ്ങൾ വീട്ടിലുണ്ടാക്കുക. ഞാൻ പകുതി ഡിഷസ് ഉണ്ടാക്കുന്നത്, ധന്യയുടെ അവിടെ പകുതി ഡിഷസ് ഉണ്ടാക്കുന്നത്. ബട്ട് അതിനേക്കാളും മുമ്പ് ഞങ്ങളുടെ വീട്ടിലൊരു ചെറിയൊരു പൂക്കളം ഇടണം. ആൻഡ് പച്ചക്കറീസ്, നമ്മുടെ ഉച്ചയ്ക്കത്തെ ലഞ്ചിനുള്ള പച്ചക്കറി എല്ലാം മേടിക്കണം. ഒരു മുഴം മതി, ഒരു മുഴം മതി. മന്നിക്ക് വേണോ? ഏതൊക്കെ കളേഴ്സ് എടുക്കണ്ടേ? മനു വെക്കട്ടെ, നല്ലതാണോ? ഏതൊക്കെ കളേഴ്സ് എടുക്കണ്ടേന്ന് പറഞ്ഞാൽ കുറേ കളേഴ്സ് ഉണ്ട് ഈ പ്രാവശ്യം. നോക്കിക്കേ, ഇത് കണ്ട, ഏതാ ഇത്? അമ്മയ്ക്ക് ഇതാ ഇഷ്ടമായത്. ഇത് നല്ല മഞ്ഞയുടെ കളറിൻ്റെ കൂടെ നല്ലതായിരിക്കും. ഇത് ഇഷ്ടമായി. ഇത് നല്ലതല്ലേ ദീ വെച്ചേക്കുന്നേ? റോസ് പൂക്കളത്തിലിടാൻ നല്ലതായിരിക്കും. ലൈറ്റ് റോസ്. നമുക്ക് ഈ പ്രാവശ്യം ഒരു ലൈറ്റ് ഷെയ്ഡ് ആക്കിയാലോ പൂക്കളം? വ്യത്യാസത്തിന് ലൈറ്റ് യെല്ലോ, ലൈറ്റ് പിങ്ക്, അങ്ങനെ. കുട്ട വേഗം എടുത്തേ, കളേഴ്സ് എടുത്ത്, ഇഷ്ടമുള്ള കളേഴ്സ്. 2 കിലോ ആണോ? അല്ല മഞ്ഞ ഒറ്റ കളറായി പോകും. 2 കിലോ ഒറ്റ കളറായി പോകും. 2 കിലോ അത്രയധികം വേണോ? 2 കിലോ വേണോ? ഇത് അന്നേരം അത് വെയിറ്റ് നോക്കാം. 2 കിലോ ആയാന്ന്. 2 കിലോ ഓവറാട്ടെ മന്ന. നമ്മൾക്ക് കുറേ കളേഴ്സ് 1.5 മതി. ചേട്ടാ ഇതൊന്ന് വെയിറ്റ് നോക്കി. ഇത് കൂടുതലാ, ഇത്രയും വേണ്ട കേട്ടോ. 1.5 മതി. ചേട്ടാ 1,250 കേട്ടാ. അത് മതി. എല്ലാം 1,250 മതി. ഇനി ഏത് കളറാ? ഇത് ആ വയലറ്റ് നല്ല. ഇത് ഒരു കവർ തരുമോ? ഇത് വേണോ? ഇത് വേണോ? ഇത് വേറെ ഫ്ലവറാ മന്ന. 1 കിലോ 1,250 മേടിക്കട്ടെ. ഇത് വേണോ? ഇത് വേണ്ട. ഓക്കെ, എടുക്കട്ടെ. ബട്ട് ഈ കളേഴ്സ് കഴിഞ്ഞ കൊല്ലം ഞാൻ കണ്ടില്ല കേട്ടോ. ഇത് മതിയാ? ഇത് കുറേ ആയിട്ടാ. നല്ല വിലയാവും. നോക്കട്ടെ. ഒരു 100 കൂടി ഇട്ടാ മതി മന്ന. ഇത് മൊത്തം മണ്ണ ഇട്ട് തീർക്കോ? അത്ര അറിഞ്ഞാൽ മതി. വേസ്റ്റ് ആക്കാൻ ഞാൻ സമ്മതിക്കില്ല, പൂവാണെങ്കിലും. $200 മതി. 1.25. ഓക്കെ. എന്നാ ഇനി ഏത് കളറാ? മഞ്ഞ ഇട്ടോളില്ല ഇന്ന്. അമ്മയ്ക്ക് കറി ഉണ്ടാക്കാനുണ്ട്. ചേട്ടാ ഇന്നിവിടെ ഏറ്റവും കൂടുതൽ പൂ മേടിച്ച ആള് ഞാനാട്ടാ. കുറച്ചുകൂടി ഇരുന്നാ. ഇതാണ് ഓണത്തിന് ഏറ്റവും സന്തോഷമുള്ള കാര്യം കേട്ടാ. മതിയാ? ഇത് എവിടെ നിന്നാ വരുന്നത് ഈ പൂക്കളൊക്കെ? ചേട്ടാ ഇത് എവിടെ നിന്ന് വന്ന പൂ? ബാംഗ്ലൂരിൽ നിന്നാണോ? ഓ, മാറ്റട്ടെ കുറച്ച്. എന്നാ എടുത്തോ. ഇനി വയലറ്റ്. താമരപ്പൂ മേടിക്കണ്ടേ? ഓ കൊള്ളാട്ടെ ഈ കളറ്. മതിയാ? പോരാ? പൂക്കള് ഇന്ന് വന്നല്ലോടാ. എന്നാ വണ്ടി ബാക്കി കിടക്കണ്ട്. അതെ, താമരപ്പൂ വേണ്ടേ? ദേ വരണ അപ്പ താമരപ്പൂ ഒന്ന് എടുക്കോ? അല്ല താമരപ്പൂ എടുത്തേ. ഓ എൻ്റെ അമ്മോ, ഈ ചേട്ടന് കുറേ മുടിയുണ്ടല്ലോ. മഞ്ഞേനേക്കാളും ഉണ്ട്. എനിക്ക് യെല്ലോ അത്ര ഇഷ്ടമല്ല. റെഡ് എനിക്കിഷ്ടമാണ്. പ്യുവർ റെഡ് എടുത്തോ? ഈ ലൈറ്റ് യെല്ലോ വേണോ? ലൈറ്റ് കളർ വൈറ്റ് എടുക്കാം. ജിജോ റോസ് വേണം. വെയിറ്റ് ഒന്ന് നോക്കുമോ? വെയിറ്റ്
കൂടുതലാ കുറച്ച് മാറ്റട്ടെ. മന്നത് നല്ലതാണല്ലോ, എന്താ കുഴപ്പം? ആ ഒരെണ്ണം മതിയാ? അന്ന് ഇത് മാത്രം എടുക്കുന്നല്ലേ? ഇനി ബില്ല് ചെയ്തോ? എന്നാൽ നല്ലത് നോക്കി തരുമോ എനിക്ക്? 1 വാടിയത് തരല്ലേ? 2 3 വലിയ ഓവറിലാക്കിക്കോ. വാ മന്നെ, ഈ വേപ്പല ഇട്ടേക്കണ എനിക്കിഷ്ടമായി. ഇങ്ങനെ തന്നെ തൂക്കിയിട്ടല്ല വീട്ടില് ബാൽക്കണിയുടെ അവിടെ. ഇടയ്ക്ക് വേണമെങ്കിൽ ഒരു ഫ്ലവർ വെക്കാം. നല്ല ഇതാവുമ്പോ അധികം കത്തിയാവില്ല. ഇങ്ങനെ തന്നെ എടുക്കട്ടെ. 1 2 3 4 5 6 ഒരു 10 ബഞ്ച് എടുക്കട്ടെ വേപ്പലയുടെ. 10 വേണ്ടല്ലോ, 5. ഹലോ ഹലോ ആനി ചേച്ചി, പൂക്കളും കൂടി വെക്കായിരുന്നില്ലേ ആ വേപ്പലയുടെ ഇടയിൽ? ഓണത്തിന് പോയിക്കോ. എനിക്ക് ഇതുപോലെ തന്നെതാ, ഇതുപോലെ ഒരു 10 ബഞ്ച് ഓഫ് വേപ്പല ഇതുപോലെ തൂക്കിയിടാനായിട്ടാണ് എനിക്ക് ഐഡിയ. വേറെ അധികം ഐഡിയാസ് കണ്ടിട്ടോ. ഇതാണ് എൻ്റെ ഫേവറേറ്റ് സ്ഥലം കേട്ടോ, പച്ചക്കറീസ് മേടിക്കാൻ. മാങ്ങയും കൂടി തൂക്കിയിട്ടല്ലോ. മന്നയുടെ ഐഡിയ കേട്ടാ, സോറി ഞാൻ മറന്നുപോയി പറയാൻ. ആപ്പിൾ വേണ്ട, മാങ്ങ ദേ ഇങ്ങനെ ലെങ്ത്തിലിട്ടാൽ നല്ലതായിരിക്കും. അതിപ്പോൾ അവർ പിടിപ്പിച്ച് അല്ല, ഇടയ്ക്ക് വന്നാൽ മതി, അല്ലെങ്കിൽ ഓവറാവും ഫ്രൂട്ട് ട്രീ. ഓണത്തിന് ലഞ്ചിന് സദ്യ ചെയ്തുകൊണ്ട് രാവിലെ ജ്യൂസ് മാത്രം എടുക്കട്ടെ. മന്നയ്ക്ക് ഓറഞ്ച് മതിയില്ലേ? ഇവിടെ പച്ച ഇല്ല. അല്ല, എനിക്കും ജോർജി എല്ലാവരും ജ്യൂസാ. ജിമ്മിൽ പോയി ഇത് വെറുതെ വേസ്റ്റ് ആയില്ല കേട്ടാ. ഇനി എന്താ വേണ്ടേ? തേങ്ങ. മന്ന, ഇത് ചെറിയപ്പ അന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് തിരിയിട്ടിട്ട് കത്തിച്ച് വെക്കണോ? അത് വിഷുവിനാന്ന് തോന്നുന്നു. ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. നമ്മൾ ലഞ്ച് എന്തായാലും ഹെവി ആയിട്ട് കഴിക്കും ഓണം കഴിഞ്ഞിട്ട്. ജിജോ കറക്റ്റായിട്ട് ചീഞ്ഞ നാരങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലുള്ള ആകെയുള്ള കുറച്ച് ചീഞ്ഞ നാരങ്ങയിൽ ഒരെണ്ണം ജിജോ എടുത്തു. എന്നാ ജിജോ ആകെ ഒരു ചീഞ്ഞ നാരങ്ങ ഉണ്ടായിരുന്നുള്ളൂ, അതാണ് ജിജോ എടുത്തത്. അപ്പോൾ ഓടി. ഓലൻ ഇനി ഞാൻ ഉണ്ടാക്കാൻ പോണേ. അവിയൽ, ഓലൻ, പൈനാപ്പിൾ കറി. 4 ഉണ്ട്, മറന്നുപോയി. ഇതിലൊരെണ്ണം ഫുള്ളായിട്ട് എടുക്കണല്ലേ നല്ലത് അല്ലേ? ഇവിടെ വെച്ചോട്ടെ. മന്നയ്ക്ക് ഓലൻ ഇഷ്ടമാണോ? എനിക്കും ഏറ്റവും ഇഷ്ടം. അയ്യോ, അമ്മയ്ക്ക് അവിയൽ ഭയങ്കര ഇഷ്ടമാണ്. അവിയൽ നമുക്ക് പ്രോപ്പർ സദ്യ അവിയൽ വെക്കാം. ഇഷ്ടമല്ല? ഓ എൻ്റെ. അപ്പോൾ പൈനാപ്പിൾ കറിയാ? മാമ്പഴത്തിന് മാമ്പഴം. അത് മതി. ഓ താങ്ക് യു. മതി. അതെ, അതിന് എത്രയാവും? അത്രയും അത് കഴിഞ്ഞ് എന്താ വേപ്പിലക്കട്ടി ഉണ്ടാക്കാം, ചമ്മന്തി ഉണ്ടാക്കാം. പാവയ്ക്ക വറുത്തത്, അതും എൻ്റെ ഒരു ഡിഷാട്ടോ. മന്നയ്ക്ക് പാവയ്ക്ക വറുത്തത് ഇഷ്ടമാണോ? അയ്യോ, ഇന്ന് എക്സസൈസ് ഇത് വെയിറ്റ് ട്രെയിനിങ് വേണ്ടട്ടെന്ന് മാറിക്കേ. ഓ, കൈ വേന എടുക്കണം. മാറി വെച്ചോ. വലിച്ചത്. മന്ന ചിപ്സ് ഒക്കെ കഴിക്കാൻ നാളത്തേക്കാണോ? മുറുക്കാണല്ലോ ഓണത്തിന്. ബാ, ഇത് അവര് അവിടെ ഉണ്ടാക്കുന്ന ആ കടയിൽ തന്നെ ഉണ്ടാക്കുന്ന മുറുക്ക. അപ്പം ഞങ്ങൾ സദ്യയുടെ പ്രിപ്പറേഷൻ തുടങ്ങാൻ പോകട്ടെ. ചേച്ചി, അവിയൽ, കൂട്ടുകറി, ഓലൻ, പൈനാപ്പിൾ കറി, പിന്നെ പാവയ്ക്ക വറുത്തത്, സാമ്പാറില്ല, സാമ്പാർ മമ്മി കൊണ്ടുവരാം. പിന്നെ ഒരു ഡിഷും കൂടി ഉണ്ട്, ഞാനൊന്ന് വാട്സാപ്പ് നോക്കിയിട്ട് പറയാം കേട്ടോ. പൂക്കളം മന്നയുടെയാണ് കേട്ടോ. പൂക്കളം മന്നയുടെ ഐഡിയ ആണ്, ഞങ്ങളുടെ അല്ല. തുടങ്ങാട്ടോ. എല്ലാം ഒന്ന് നേരത്തെ വെച്ചാൽ എന്നാലും എനിക്ക് ഓർമ്മ വരുള്ളൂ എന്താ ചെയ്യേണ്ടതെന്ന്. വേപ്പല ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. ചക്കി ഇന്ന് മര്യാദയ്ക്ക് വെച്ചാലേ എല്ലാം ശരിയാക്കി തരും കേട്ടോ മന്ന. ഇന്ന് നമ്മൾ പൂക്കളം ഇട്ടിട്ട് ധന്യമ്മയുടെ അവിടേക്ക് പോകുമ്പോഴേക്കും ചക്കി റെഡിയാക്കി തരും. ഹലോ ചക്കിരേ. ജോജിയുടെ മന്നയുടെ ആണ്ടാ പൂക്കളം. ജോജി പനി മാറിയാ? ഇത്രയും പൂക്കളം മേടിച്ചോളാ?
ഓൾ സെറ്റ്. സദ്യയുടെ ഐറ്റംസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ജിജോം കൂടി ഇരിക്കുക, പൂക്കളം ഒരുമിച്ചിടാം, അന്ന് നല്ല രസം. മന്നയും ജിജോം കൂടി ഇട്ടോ. മുറ്റു ദൈവമേ, അല്ലല്ല, എനിക്ക് ഇവരെയാണ് പേടി. ഇവര് രണ്ടുപേര് നോക്കിയിരിക്കുന്നുണ്ട്. ദൈവമേ, ഇതേ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ആള്. മന്ന ഇവരെയും കൊണ്ടുപോകാൻ ചെറിയപ്പയുടെ വീട്ടിലോട്ട്, അപ്പൊ പിന്നെ കുഴപ്പമുണ്ടാവില്ല. ഇല്ല, മുത്തു ശരിയാക്കുമല്ല. ജിജോ എങ്ങനെയുണ്ട് ഇത്? ഇത് അതെ, അവിയല് മറ്റേ കറികൾ ഉണ്ടാക്കാനും എല്ലാരും വേണം. പൂ പൊളിക്കാൻ ഞാൻ ഇല്ല. പക്ഷെ ഇല്ല, എനിക്കെന്തോ പൂ പൊട്ടിക്കാനായിട്ട് മന്ന അമ്മ പൂക്കളം ഇടാനായിട്ട് വരാം. മന്ന ഇത് എവിടെയാ തൂക്കണ്ടേ? ഇനി വേപ്പല പൂക്കളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ പൂക്കളം ഇടാൻ പോവാം. ആദ്യം ഞങ്ങൾ അവിയല ഉണ്ടാക്കാൻ പോണേ. കുറച്ച് ഡ്രൈ ആയിട്ടുള്ള തൃശ്ശൂർ സ്റ്റൈൽ അവിയൽ. ആൻഡ് ദെൻ നമ്മുടെ വടുകപ്പുളി ചേച്ചി, വടുകപ്പുളി അച്ചാർ യെല്ലോ കളറിൽ തൊലി എത്തിയിട്ട് അതാണ് ഇങ്ങനെ ഇരിക്കണേ. ഞാനെപ്പോഴും യൂഷ്വലി ഉണ്ടാക്കണ ഗാർലിക് ആൻഡ് ക്യാരറ്റ് അച്ചാർ പോലെ ആ അച്ചാർ. പിന്നെ പൈനാപ്പിൾ ആൻഡ് മത്തങ്ങയും കൂടി ആയിട്ടുള്ള മധുരക്കറി ആൻഡ് ഓലൻ. പിന്നെ ഞാനൊരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കുന്നുണ്ട്. അത് നിങ്ങൾ കണ്ടുപിടിക്കണം അത് ഏത് ഡിഷാണെന്ന്, എന്ത് വെച്ചാൽ ഉണ്ടാക്കണേന്ന്. അവിടെ എന്തോ ഇടിയായിട്ടാ പൂക്കളം മതിയിട്ട് ഇനി അങ്ങോട്ട് പോയിക്കോ. മജന്ത കൂടുതലാണ്. ജിജോ തിക്കായിട്ടിരുന്നാലേ ഭംഗിയുള്ളൂ കേട്ടോ. നല്ല നിറഞ്ഞിരുന്നോട്ടെ. ഓണായതുകൊണ്ട് ഒട്ടും കുറയ്ക്കണ്ട. ജോജി ഒന്ന് ഇരുന്നൂടെ? ഞാൻ അവിടെ കറി ഉണ്ടാക്കി തീരുമ്പോഴേക്കും ഇവിടെ മര്യാദയ്ക്ക് തീർത്തോളണം കേട്ടോ. പോട്ടെ. ബാക്കിലൊരാളെ എടുക്കാൻ നിൽക്കണ്ട കേട്ടോ ജിജു. തൂക്കിക്കോ. നല്ല കേട്ടോ വന്ന. അതെ, ഇവന്റെ കാര്യം എവിടെയെങ്കിലും പൂട്ടിയിടണം, അല്ലെങ്കിൽ പൂക്കളം ശരിയാക്കും. അതാ പോയി വരുമ്പോഴേക്കും ആള് ശരിയാക്കിയിട്ടുണ്ടാവും. പൊന്നു ഇത് കണ്ട എന്തോ പറ്റിയിട്ടുണ്ട്. നീ പൂക്കളമൊക്കെ കണ്ടിട്ട് ആകെ കൂടെ ഓവർ സന്തോഷം. ഇതേ പൂക്കളമൊന്ന് കാണിക്കോ റെഡി? നമ്മുടെ എൻ്റെ അല്ല കേട്ടാ, മന്നയുടെയും ജിജോയുടെയും പൂക്കളം. ഇത് ഇതിൽ തൊട്ടു വരരുത് കേട്ടാ കുറ്റ. മെയിൻ ഡയറക്ടർ ഫ്രെഡിയാണ് ഫസ്റ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ. താങ്ക് യു. ഞാൻ അസിസ്റ്റന്റ്. മുറ്റ ഇതിൽ തൊട്ട് വരരുതേട്ടാ, ഞങ്ങൾ തിരിച്ചു വരുമ്പോഴേക്കും ശരിയാക്കി തരാന്ന്. ഇപ്പൊ അത് കുറച്ചുകൂടെ പൊക്കണം. ഇതിനെ തൊടുവോ? അതെ, അത്രയും നീളം വേണ്ട. കട്ട് ചെയ്താനേട്ടാ, അതിന് മണി ഇപ്പൊ തീർന്നാനെ. നന്നാ അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഓൾമോസ്റ്റ് ഡെക്കറേഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞങ്ങൾ ജെറിയുടെ വീട്ടിലോട്ട് പോവാം. ഡ്രസ്സ് മാറണം. ജിജോ മന്ന, ജോർജിനെയും കൂടി വിളിച്ചോട്ടെ, വേഗം പോണം. ഇതെന്താ മേശപ്പുറത്തൊരു റീത്ത്? മന്ന ഇതൊന്ന് കാണിക്കും ഈ ഐഡിയ. ഇത് കൊള്ളാട്ടാ. കുറച്ചുകൂടി റൗണ്ട് ഷേപ്പാണെങ്കിൽ കറക്റ്റ് റീത്തിൻ്റെ പോലെ തന്നെ ഇരുന്നേനെ. മന്ന ഈ ഐഡിയ നല്ല കേട്ടാ. റെഡി. താങ്ക് യു, മൊത്തത്തിൽ ഹെൽപ്പ് ചെയ്തതിന്. ജിജോ താങ്ക് യു സോ മച്ച്. വീടിന് എന്തായാലും ഒരു ഓണം ഫീൽ. വീട് ഞങ്ങളിന്ന് സദ്യ ഇവിടെ കഴിക്കണില്ലെങ്കിലും ഒരു ഓണം ഫീൽ മൊത്തം വീട്ടിൽ വന്നിട്ടുണ്ട്. ഇനി ഈ വേപ്പലോണ്ടേ വേപ്പലക്കട്ടി ഉണ്ടാക്കണം ഇത് കഴിഞ്ഞിട്ട്.